വോട്ടെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് വ്യാപകമായി വോട്ടവകാശം നിഷേധിച്ചെന്ന് പരാതി. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായ നിലമ്പൂർ അമൽ കോളേജിന് മുൻപിൽ ധർണ നടത്തി പ്രതിഷേധിച്ചു. നേരത്തെ പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിച്ചവർക്ക് പരിശീലനം, വിതരണം കേന്ദ്രങ്ങളിൽ സജ്ജമാക്കിയ വോട്ടേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററിൽ വോട്ട് ചെയ്യുവാനാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. അമൽ കോളേജിൽ വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളുടെ കേന്ദ്രങ്ങളുണ്ട്. ഇന്നലെ സെന്ററിൽ വോട്ട് ചെയ്യുവാൻ ചെന്നപ്പോഴാണ് പട്ടികയിൽ പേരില്ലാതിരുന്നത്. ഇന്നലെയാണ് പോസ്റ്റൽ ബാലറ്റിന് അവസാന അവസരമെന്ന് ഓർഗനൈസേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ആദ്യമേ തന്നെ പോസ്റ്റൽ ബാലറ്റ് അപേക്ഷകളെ അതാത് സെന്ററുകൾ സ്വീകരിച്ചു. സെന്ററുകൾക്ക് പുറമെ കളക്ടറേറ്റിനകത്ത്, പ്ലാനിംഗ് ബോർഡിന്റെ ഓഫീസിനകത്ത് അത് എത്തിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് എത്തിച്ചു കൊടുത്ത് ലിസ്റ്റ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാലറ്റ് പേപ്പറുകളെ അതാത് ഫെസിലിറ്റി സെന്ററുകളിലായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. അവിടെ വന്ന് നോക്കുമ്പോൾ അന്നു മുതൽ ഇന്ന് വരെ ബാലറ്റ് പേപ്പറുകളില്ല. 2-3 ദിവസമായി ഈ പ്രക്രിയ ആരംഭിച്ചിട്ട് എസൻഷ്യൽ സർവീസിന്റെ വോട്ട് അത്തരത്തിലേക്ക് മാറും. അതുപോലെ തന്നെ അധ്യാപന ജീവനക്കാരെയും പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും വോട്ട് വേറെ രീതിയിലേക്കാണ് വേറെ സെന്ററുകൾ ഉണ്ടായിരുന്നത്. അത്തരം സെന്ററുകളിൽ 2, 3, 4 ദിവസം മുൻപ്, ആഴ്ചകൾക്ക് മുമ്പ് വന്ന സമയത്ത് അവിടെ വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായില്ല. അന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അവകാശം ഈ കളക്ഷൻ സെന്ററിൽ ഉണ്ടായിരിക്കും, നിലമ്പൂരിൽ ഉണ്ടായിരിക്കും. സംസ്ഥാനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലുമുള്ള വോട്ടർ പട്ടിക എല്ലാ ബാലറ്റ് പേപ്പറുകളും ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് രാവിലെ മുതൽ ഇവിടെ വന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ബാലറ്റ് പേപ്പർ ഇല്ല, ഇഷ്യൂ ചെയ്തു എന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോലും അത്തരം ആളുകൾക്ക് പോലും ബാലറ്റ് പേപ്പർ ഇല്ല. നോക്കൂ, ബാലറ്റ് പേപ്പർ ഉള്ളവർക്ക് തന്നെയാണെങ്കിലോ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണ്. നമുക്കറിയാം, രാവിലെ ഇവിടെ വന്ന് നമ്മുടെ ടീമായി മാറി ആ ടീമിനെ കണ്ടെത്താൻ നിലയെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1-2 മണിക്കൂർ എടുക്കും. നമ്മൾ 5-6 ആളുകൾ സെറ്റായി വരണം. ആ സെറ്റായി വന്നു കഴിഞ്ഞ് നമുക്കറിയാം, ഇതിലാവശ്യമായ എല്ലാ സംഗതികളും നമ്മൾ ഒപ്പിട്ട് ടിക്ക് ചെയ്ത് വാങ്ങിയെടുത്ത് അതെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കി കഴിഞ്ഞ് ഈ വാഹനത്തിനകത്ത് കയറി നമുക്കത് സെന്ററുകളിലേക്ക് പോകണം. സെന്ററുകൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആവശ്യമായ സജ്ജീകരണം ഒരുക്കണം. ഇങ്ങനെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ ഇലക്ഷന്റെ ഭാഗമായിട്ട് നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന സാഹചര്യം. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും, 100 കണക്കിന് ആളുകളാണ് വരി നിൽക്കുന്നത്. രാവിലെ മുതൽ വരി നിൽക്കുന്നവരാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ ഈ തരത്തിലേക്ക് അധ്യാപകരെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ സമീപനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ നിൽക്കുന്ന അധ്യാപകർ. ജില്ലയിൽ 20,000 ജീവനക്കാർ തിരഞ്ഞെടുപ്പ് ചുമതലയിലുണ്ട്. അവരിൽ പകുതി പേർക്ക് വോട്ട് രേഖപ്പെടുത്താൻ പറ്റിയില്ലെന്ന് സമരക്കാർ പറഞ്ഞു. ലിസ്റ്റിൽ പേരില്ലാത്തതാണ് കാരണം. വോട്ട് ചെയ്തവർക്ക് ഏറെ നേരം വരി നിൽക്കേണ്ടി വന്നു. നേരത്തെ പരിശീലന കേന്ദ്രങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ലായിരുന്നു. ധർണ ഷൈജി ഷിജു ഉദ്ഘാടനം ചെയ്തു. കെ അജീഷ് അധ്യക്ഷത വഹിച്ചു. കെ ഉമേഷ്, പി രജനി, കെ വ്യാസൻ എന്നിവർ. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.